ചില യാത്രകൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയാതെ ഉള്ളൊരു യാത്ര. 14-ാം നൂറ്റാണ്ടിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവും കോട്ടകളുടെ നഗരവുമായിരുന്ന ഹംപിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. കർണാടകയിലെ വിജയനഗര ജില്ലയിൽ തുംഗഭദ്ര നദിയുടെ തെക്കേക്കരയിലാണ് നമ്മുടെ ഹംപി സ്ഥിതി ചെയ്യുന്നത്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു നഗരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 4100 ഹെക്ടറിൽ പരന്നു കിടക്കണ ഒരു ചരിത്ര ഗ്രാമത്തിന്റെ അവശേഷിപ്പുകളും അതുപോലെ അതിന്റെ ഭൂതകാലത്തിലേക്കുമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എവിടെ തിരിഞ്ഞാലും നമുക്ക് ഓരോ ചരിത്ര അവശേഷിപ്പുകൾ തന്നെ കാണാൻ പറ്റണത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തുടങ്ങുന്നത് ക്യൂൻസ് ബാത്ത് എന്നാണ്. റോയൽ എൻക്ലോഷറിന്റെ പ്രവേശന കവാടത്തിന് അടുത്തായിട്ടാണ് ക്യൂൻസ് ബാത്ത് സ്ഥിതി ചെയ്യുന്നത്. രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് കുളിക്കാൻ വേണ്ടി അച്യുതരായരാണ് ക്യൂൻസ് ബാത്ത് നിർമ്മിച്ചത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം. റാണിക്ക സ്നാനാഗർ കുളിക്കാനുള്ള അല്ലേ, രാജകുമാരിയുടെ അല്ലെങ്കിൽ റാണിയുടെ പുള്ളിക്ക് വഴിയുണ്ടോ? ആൾക്കാർ എത്തി നോക്കാതിരിക്കാൻ ഈ കിടങ്ങ് ചാടി അതിലേക്ക് കാറ്റും വെളിച്ചം കിട്ടണ്ടേ? അന്ന് നമ്മളത്ര ഹെലികോപ്റ്റർ ഒന്നും ഇല്ലല്ലോ, ഡ്രോണൊക്കെ ഉള്ള കാലത്തായിരുന്നെങ്കിൽ ഒരു പറ്റേനെ. ഇന്നത്തെ കാലത്തല്ലോ. അയ്യേ പറ്റില്ല. ഇതതിന് എയർ പോകാനുള്ള സംഗതികളാണ്. നമ്മള് സൂത്രം എന്ന് പറയില്ലേ, അതിനുള്ള സാധനങ്ങളാണ് ഇത്. ഇവിടെ നോക്കിയാൽ ഇപ്പൊ നേരെ അപ്പുറത്ത് ഓട്ടണ്ടോ? എന്നാലും ഈ കിടങ്ങിവിടെ കംപ്ലീറ്റ് അല്ല. നമ്മളിങ്ങനെ ചുറ്റി വന്നു അല്ലേ? രാജാവിൻ്റെ രാജ്ഞിയുടെ കുളപ്പുരയിൽ ആരും ഒളിഞ്ഞോക്കാതിരിക്കാനുള്ള സെറ്റപ്പാണ്. ആൾക്കാരൊക്കെ ഉണ്ട്. കൊള്ളാല്ലേ? ഇത്രയും വലിയ കുളം വെള്ളമില്ലല്ലോ. റാണി വിളിക്കുമ്പോൾ ഉണ്ടാവും. അതവിടെ സ്റ്റെപ്പ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്ത് നിലനിന്നിരുന്ന വാസ്തുവിദ്യയുടെ മികവിന് ഉദാഹരണമാണ് ഈ ഒരു ക്യൂൻസ് ബാത്ത്. വളരെ ലളിതമായിട്ടുള്ള പുറംഭാഗവും വളരെ അധികം അലങ്കരിച്ച രീതിയിലുള്ള അകവുമാണ് ഈ ഒരു ക്യൂൻസ് ബാത്തിനുള്ളത്. ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലാണ് ഈ ഒരു മഹത്തായ നിർമ്മിതി നിർമ്മിച്ചിട്ടുള്ളത്. ക്യൂൻസ് ബാത്ത് എന്നാണ് പേരുള്ളതെങ്കിലും രാജാവിൻ്റെയും അതുപോലെ രാജ്ഞിമാരുടെയും സ്വകാര്യ ബാത്റൂമായിട്ടാണ് ഈ ഒരു സ്ഥലം ഉപയോഗിച്ചിരുന്നത്. അതിനായി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ടാങ്ക് 15 മീറ്റർ സ്ക്വയറിലും 1.8 മീറ്റർ ആഴത്തിലുമാണ് ഉള്ളത്. മനോഹരമായിട്ടുള്ള കമാനാകൃതിയിലുള്ള ഇടനാഴികളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ഒരു ബാത്ത്. ജനലുകളോട് കൂടിയ 8 ബാൽക്കണികളുള്ള ഈ ഒരു നിർമ്മിതിയിൽ 2 ബാൽക്കണികൾ ബാത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. വെള്ളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങാനുള്ള പടവുകൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. നമുക്കിപ്പോൾ അകത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അത് അടച്ചു വെച്ചിരിക്കുകയാണ്. ആകാശമൊക്കെ കണ്ട് കുളിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഈ ഒരു ബാത്തിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് ഓപ്പൺ ആണ്. അങ്ങനെ നമ്മൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു മഹത്തായ നിർമ്മിതി കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പല കാഴ്ചകളും ഇനിയും നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അടുത്ത ഭാഗങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.